5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ ഒരുമിച്ചുള്ള പോരാട്ടങ്ങൾ അനിവാര്യമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റ് ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബു കോട്ടയിൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ ഒരുമിച്ചുള്ള പോരാട്ടങ്ങൾ അനിവാര്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബാബു കോട്ടയിൽ സൂചിപ്പിച്ചു. കോർപ്പറേറ്റ് കടന്നുകയറ്റങ്ങൾക്കിടയിലും നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ചെറുകിട കച്ചവടക്കാരെയും അവരുടെ പരമ്പരാഗത വ്യാപാര മേഖലയെയും സംരക്ഷിക്കുവാൻ ഒത്തൊരുമിച്ചുള്ള പോരാട്ടങ്ങൾ അനിവാര്യമാണെന്നും ഓൺലൈൻ വിപണിയും വൻകിട മാളുകളും ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിൽ സാധാരണക്കാരായ ചെറുകിട കച്ചവടക്കാർ നേരിടുന്ന കടുത്ത പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ കച്ചവടക്കാർ അവരുടെ മുൻകാല വിപണന രീതിയും തന്ത്രവും മാറ്റി നൂതന ആശയത്തിലേക്ക് മാറേണ്ടതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ യഥാർത്ഥ കാര്യം ഒന്ന് പരിശോധിക്കണം. നമ്മെ കച്ചവടക്കാരനെ സഹായിക്കാൻ ആരാ ഉണ്ടായത്? ഇപ്പൊ 2 പ്രധാനപ്പെട്ട ഇലക്ഷൻ കഴിഞ്ഞല്ലോ. പാർലമെന്റിലേക്ക് ഇലക്ഷൻ കഴിഞ്ഞു, അസംബ്ലിയിലേക്ക് ഇലക്ഷൻ കടന്നു. ശക്തമായ വാദമുഖങ്ങൾ നടന്നു, പലതിനെ കുറിച്ചും ചർച്ചകൾ നടന്നു. എനിക്ക് പ്രിയപ്പെട്ടത്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ രാഷ്ട്രീയ പാർട്ടികൾ, അവർക്ക് വേണ്ടി നമ്മൾ പോരാടി ചത്തു, വാദിച്ചു ചത്തു. എന്നാൽ ആരെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വ്യാപാരികൾക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് പറഞ്ഞ ആരുണ്ട് ഇവിടെ? ഏത് രാഷ്ട്രീയ പാർട്ടിയാ പറഞ്ഞത്? ഒരാളും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞില്ല. അവർക്ക് വേണ്ടി ജീവൻ കളയാനും തമ്മിൽ വെട്ടാനും കുത്താനുമാണ് നമ്മളും ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കണം, നമുക്ക് പ്രിയപ്പെട്ടത് നമ്മുടെ ഈ തൊഴിലാണ്, ഈ കച്ചവടമാണ്. ഇത് നിലനിൽക്കണമെങ്കിൽ നാം ഒന്നിച്ചു നിൽക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇവിടെ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ നിയമങ്ങൾ മാറും. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ കുറച്ച് ആളുകൾ ടൗണിൽ ടാഗ് ഇട്ട് പോകുന്നുണ്ട്. ഞാൻ ബാലേട്ടനോട് പറഞ്ഞു, അത് ഹെൽത്തിന്റെ ആളുകൾ, ആ സംശയമുണ്ട്, മഴ വരികയാണ്, അതിന് മുൻപ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ എല്ലാ കടയിലും കയറും, നിങ്ങൾക്കൊക്കെ ഫൈൻ അടിച്ചു തരും. ഓരോന്നിന്റെ പേരിൽ ഓരോ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കച്ചവടക്കാരന് ഫൈൻ ചുമത്തി എങ്ങനെ സർക്കാരിന്റെ ഖജനാവിലേക്ക് പെറ്റി ക്യാഷ് വരുമാനം കൂട്ടാമെന്ന ഗവേഷണത്തിലാകും. യൂണിറ്റ് പ്രസിഡന്റ് AK അബൂബക്കർ അധ്യക്ഷനായിരുന്നു. നിയോജകമണ്ഡലം പ്രസിഡന്റ് KR ബാലൻ മുഖ്യാതിഥിയായി. സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ER റെനിൻ, VV പ്രശോഭ് കുമാർ, TP ഷക്കീർ, PI ഷബീർ, CG ശശീന്ദ്രൻ, K അജിത്, TE സക്കറിയ ഹാജി, PA ലിയാസ്, PK രാമചന്ദ്രൻ, AK സദക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. AK അബൂബക്കറിനെ പ്രസിഡന്റായും PA ലിയാസ് വർക്കിംഗ് പ്രസിഡന്റായും ER റെനിൻ സെക്രട്ടറിയായും VV പ്രശോഭ് കുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വ്യാപാരയിൽ പുതുതായി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു.